വെൽക്കം ബാക്ക്. നാരങ്ങത്തോട് പോയാലോ? ഞങ്ങൾ ഇന്നലെ പോയതാണ് കേട്ടോ ഗൈസ്. ഞാനും മോനും ഞങ്ങളുടെ വണ്ടിയിൽ, അനിയനും വൈഫും മോളും അവരെ വണ്ടിയിൽ ഞങ്ങളങ്ങനെ പോവുകയാണ് ഗൈസ്. നാരങ്ങത്തോട് പോയവർക്കറിയാം, ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. ഇപ്പം കുറച്ച് വെള്ളം കുറവാണ്, ഫുള്ള് പാർക്കിട്ടും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര അടിപൊളി സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്ന വഴി കേട്ടോ ഇത്, ഫുള്ള് റബ്ബർ തോട്ടവും. വണ്ടി ഞങ്ങൾ താഴോട്ട് ഇറക്കിയില്ല, കുറച്ച് റിസ്ക് ആണെന്ന് തോന്നിയുണ്ട് ഇറക്കിയില്ല. പിന്നെ അവിടെ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു, അതുകൊണ്ട് റോഡിൽ വെച്ചിട്ട് ഇറങ്ങി നടക്കുക. കുറച്ച് നല്ല നടക്കാനുണ്ട് അങ്ങോട്ട്, നന്നായിട്ട് നടക്കാനുണ്ട്. നല്ല മഴ പെയ്തിട്ട് ചെറിയൊരു തണുപ്പും, ചെറിയ തണുപ്പല്ല, നല്ല തണുപ്പുണ്ട്. നല്ലൊരു തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, കാറൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റുള്ളൊരു സംഭവമുണ്ട്. ആരും പരിശോധനയൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ടൊരെണ്ണമുണ്ട് അവിടെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമുണ്ട് കേട്ടോ. നല്ല ഒരു ഫുൾ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം കേട്ടോ. നല്ല അടിപൊളി വൈബ്, കൊള്ളാം. ഇങ്ങനെ വെക്കേഷൻ സമയത്ത് മക്കളെയും കൊണ്ടൊക്കെ പോകാനൊക്കെ കൊള്ളാം. റിസ്ക്കുമാണ്, എന്താ പറയുക, ഫുള്ള് പാറക്കെട്ടൊക്കെയാണ്. ഭയങ്കര റിസ്ക്കിയായ സ്ഥലമാണ്, നല്ല ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മറിഞ്ഞു വീണ് പരിക്കൊക്കെ പറ്റും. ഇങ്ങനെ പോകുന്ന വഴി കേട്ടോ ഇത്. ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല, റിസോർട്ടുകളാണോ വീടുകളാണോ ഒന്നും അറിയത്തില്ല. ഫുള്ള് കാട് പിടിച്ച് കിടപ്പുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ല. വികസനം ഇല്ല ഗൈസ്. റോഡൊക്കെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. റോഡാണെന്ന് പറയാൻ പറ്റില്ല, കട്ട് റോഡാണ് ഫുള്ളും. ആ സൈഡൊക്കെ നോക്ക്, ഫുള്ളും കാട് പിടിച്ച് ഒരു രക്ഷയില്ല. എന്താണ് എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ വായിച്ചില്ല അത്. ഇതാ ഫുള്ളും കട, ഫുള്ള് കട. ഈ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്, നന്നായിട്ട് അങ്ങനെ കെട്ടുകയെന്ന് തോന്നുന്നു. ഫുള്ള് നോക്ക്, ഇങ്ങനെ കുറേ നടക്കാനുണ്ട്, കുറച്ച് നല്ല നടക്കാനുണ്ട്. അവിടെ നിന്ന് 2 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും അതിന് ആ വയലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഫുള്ള് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കും. മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ അത്ര കുഴപ്പമില്ല, കുറച്ച് അവരൊക്കെ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ പറ്റും. എന്നാലും റിസ്ക്കാണ് മക്കളെ കൊണ്ടൊക്കെ പോകുന്നത്. വലിയ ആൾക്കാരൊക്കെ കുഴപ്പമില്ല. ഈ ഡേഞ്ചർ സോണൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോവാം. ഡേഞ്ചറായിട്ട് ട്രാവലിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. അടിപൊളിയാണ്. ഫുള്ളൊരു പച്ചപ്പുമയമാണ്, പച്ചപ്പുമയം. അങ്ങനെ റിസ്ക് ഏറിയ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാടും മലയും താണ്ടി ഞങ്ങളിതാ ഒരു പുഴയിലേക്ക് പോവുകയാണ്. ചെറിയ മക്കളൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ടും പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. കുഞ്ഞൂസിന് ഇറങ്ങാൻ പോയി. കുഞ്ഞൂസ് എൻ്റെ അടുത്ത് പിടിക്കാൻ പറയാം. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ വെച്ചിട്ട് പറ്റത്തില്ല എന്ന്. ഫുള്ള് പാറ ഇങ്ങനെ തെന്നിക്കിടക്കുക, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറങ്ങാനൊക്കെ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എവിടെയെങ്കിലും തേടി പിടിച്ച് പോകാറുണ്ട് കേട്ടോ. മക്കൾക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ്. ഞങ്ങളിതാ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. പാപ്പനും മോനും അവിടെ എത്തിയെന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ ഗൈസ്? ഫുള്ള് പാറക്കെട്ടുകളാണ്. ഇവിടെയൊക്കെ വെള്ളമുള്ള സമയത്തൊക്കെ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറലുണ്ടെന്ന് പറഞ്ഞോ. മലയല്ലേ, മലയ്ക്കകത്തൂടുള്ളൊരു ഫുള്ള് പാറക്കെട്ടുകളാണ്. നോക്കൂ ഗൈസ്, വെള്ളം നല്ല കുറവാട്ടോ. എന്നാലും ഇതിനകത്ത്, ഈ വെള്ളത്തിനകത്തുള്ള പാറയ്ക്കൊക്കെ ഭയങ്കര തെന്നലാണ്. ഇത് റിസ്ക് പിടിച്ചൊരു ഏറിയ കൂടെ ഞങ്ങൾ കയറി ഇറങ്ങണം. ഭയങ്കരമായിട്ട് തെന്നി കിടക്കുക. ഫുള്ള് പാറക്കെട്ടുകളാണ്, കുറ്റിക്കാടുകളും പാറക്കെട്ടുകളും വള്ളിച്ചെടികളും. നല്ല ഭംഗിയുണ്ട്, പക്ഷെ കയറാനും കയ്യിൽ ഫോണും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഞാൻ വല്ലച്ചാതി ഫോണ് നിലത്ത് വിടാനും പാടില്ല. ഞാനാണെങ്കിൽ ഫുള്ള് മറിഞ്ഞു വിടില്ല. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഉറച്ച് നടക്കാൻ അറിയത്തില്ല, കാല് തെന്നും. മോനും അനിയനും മുന്നേ പോയി. മോള് കിടന്ന് തപ്പി കളിക്കുക. രണ്ടാൾക്കും പോകാൻ പറ്റത്തില്ലല്ലോ, അവൾ ചെറുതല്ലേ. ഞാൻ ബാക്കി കിടന്ന് കസർത്ത് കാണിക്കുന്നുണ്ട്. ഫുള്ളും മഴ പെയ്ത് ആൾക്കാർ വരും. നിങ്ങൾക്ക് എന്ത് വട്ടുണ്ടോ മക്കളെയും കൊണ്ടൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാനെന്ന്. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. വലിയ പൈസ മുടക്കൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ സന്തോഷങ്ങൾ. ഇങ്ങനെ വെള്ളത്തിലും മക്കളെയും കൊണ്ട് പോവുക. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെയൊക്കെ കുളിക്കാനൊക്കെ. നല്ലൊരു സ്ഥലമല്ലേ. പക്ഷേ മഴയത്തൊന്നും പോകരുത്. എപ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ഇതുവരെ പോയിട്ടുള്ളതിൽ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇവിടെ നിന്നൊക്കെ നോക്കാൻ ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. നല്ലൊരു
വൈബുള്ള സ്ഥലം. ഇവിടെ എന്നിട്ട് ഞാനും അവളോട് തർക്കിക്കുക, ഞങ്ങൾക്ക് അല്ല മോക്ക് കയറാൻ പറ്റുന്നില്ല, രണ്ടാൾക്ക് പിടിച്ച് കയറ്റണം, അവൾക്ക് ബുദ്ധിമുട്ടാണ്. അവളെ കയ്യിലൊരു കവറുണ്ട്, ഫോണുണ്ട്, എൻ്റെ കയ്യിൽ ബാഗ് ഇതൊക്കെ ഉണ്ട്. അവിടെ ഫുള്ള് ആൾക്കാരായിട്ടേ. അനിയൻ പറഞ്ഞു നമുക്ക് അപ്പുറത്ത് പോകാമെന്ന്. ഫുള്ള് ചെക്കന്മാരാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങിയതാണ്. ഫുള്ള് അത്രയ്ക്ക് തിരക്കാണ് അവിടെ, മൊത്തം ചെക്കന്മാരെന്താണ്. അപ്പം ഞങ്ങൾ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മക്കൾക്ക് കുളിക്കാൻ വേണമല്ലോ. ഞങ്ങൾ താഴോട്ട് ഇറങ്ങി അവിടെ നിൽക്കാമെന്ന് വെച്ചിട്ട് അവരിങ്ങനെ പോവാണ്. ഞാനൊന്ന് സൂം ചെയ്തിട്ട് വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ, അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ തപ്പിത്തെറിഞ്ഞ് നിൽക്കുക. ഞാനിങ്ങനെ സാഹസമായിട്ട് ഓരോ പാറകളിൽ ചാടി ഇങ്ങനെ അവിടെ അങ്ങോട്ട് പോയില്ല, ഇവിടെ ഒന്ന് സൂം ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? കുറച്ചുകൂടെ സൂം ചെയ്താൽ കാണാൻ പറ്റും. അതെ, ഭയങ്കര അടിപൊളി സ്ഥലം. ഇതാണ് സ്ഥലം. കണ്ടോ, വെള്ളം കുറവാണ്. അത് നമ്മൾ തുഷാരഗിരി പോയില്ലേ, അത്ര ഒന്നും വെള്ളമില്ല. എന്നാലും ചെറിയ ചെറിയ പാറക്കെട്ടുകളിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അത് ഭയങ്കര അപകടമായിട്ടുള്ളതാണ്. പാറ ഇങ്ങനെ തെന്നിക്കിടക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് ഒറിജിനൽ അവിടുത്തെ സ്ഥലം. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പം കുറച്ച് വെള്ളം കുറവ്. ആ വെള്ളത്തിൽ ഫുള്ള് ആൾക്കാരുണ്ടാവും. ഉള്ള പാറയിൽ മൊത്തവും ചെക്കന്മാരാണ്. അവിടെ ഒന്നും ലേഡീസൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാം. അതിൻ്റെ തൊട്ട് താഴേക്ക് ആ വന്ന വഴി തന്നെയാണ്. റിസ്ക് എടുത്ത് ഇറങ്ങുകയാണ് ഞാൻ. കുറച്ചോരെ കാത്തോളി, ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് പറയും പോലെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അവരവിടെ എത്തി. ഞാൻ ഇവിടെ കിടന്ന് തപ്പിത്തടഞ്ഞ് പാറയിൽ കൂടെയൊക്കെ എങ്ങനെയൊക്കെയോ കൈയും കാലൊക്കെ ഇടിച്ച് അവിടെ എത്തി. കേട്ടോ, ഫുള്ള് പാറക്കല്ല്. നല്ല രസമുള്ള ആ വെള്ളത്തിന് സൈഡിൽ കൂടെയുള്ള പാറയൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള പാറക്കല്ലുകളാണ്. നല്ല ഭംഗിയുണ്ട്. ഈ വീടിനൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നവർക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. പക്ഷേ ഇവിടുന്ന് അങ്ങനെ കല്ലൊന്നും എടുത്തു പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. റിസ്ക് ഏറിയായുണ്ട്. വെള്ളം ഇങ്ങനെ പോയിട്ട് അവിടെ കല്ലുകൾ ഇങ്ങനെ ഓരോ ഷേപ്പിൽ നല്ല രസമുണ്ടായിട്ട് നല്ല രസം കാണാനൊക്കെ. ആ മോൾ ഭാഗമൊക്കെ കൃഷികളൊക്കെ ഉണ്ട്, വാഴയൊക്കെ കൃഷി ചെയ്തേക്കുന്നത്. മുകളിലൊക്കെ വീടുണ്ടെന്ന് തോന്നുന്നു. ആ സൈഡൊക്കെ ഇങ്ങോട്ട് കാടാട്ടോ. പിന്നെ ചെരുപ്പൊക്കെ ഊരിയിട്ട് എല്ലാവരും ഓരോരുത്തർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഗൈസ്. നല്ല അടിപൊളി തണുപ്പാണ്. എനിക്ക് തുഷാരഗിരി പോയി ജലദോഷമൊക്കെ പിടിച്ചതുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാലും കൈ നനയ്ക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങുന്നില്ല എന്ന് പറഞ്ഞു. നല്ല തണുപ്പാണ്. ഇവിടുന്ന് റിസ്ക് എടുത്ത് വേണം അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി കുറേ വീഡിയോസും ഫോട്ടോസും വരുന്നുണ്ട്. ഞാൻ കുറേശ്ശായിട്ട് ഷോർട്ട് വീഡിയോയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി ഇതിൽ കുത്തി നിറയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അഭിപ്രായം എഴുതാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം എഴുതാം. പിന്നെ ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വലിയ പ്രൊഫഷണൽ വീഡിയോഗ്രാഫറും എന്നല്ല ഞാൻ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അതിൽ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും, ഇവർക്ക് വേറൊരു പണിയില്ലേന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഇതെൻ്റെ സന്തോഷമാണ്, അത് ഞാൻ ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.